ഇപ്പോൾ എനിക്ക് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ ലവ് സ്റ്റോറി ഞാൻ പറയാട്ടോ. അല്ല അംജുക്ക, അതിനുള്ളത് എനിക്ക് അംജുക്ക സെറ്റ് ചെയ്തത് ഇല്ലേ? സത്യം എനിക്ക് ജോലി സ്ഥലത്ത് നല്ല പോലെ ഉപകാരം ഉണ്ട്. ജോലി സ്ഥലത്തേക്ക് അത് ഞാൻ എടുക്കാം, നോട്ട്ബുക്ക് ഞാൻ എടുത്തോളാം. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഞാനിപ്പോൾ ഈ ടീം ഇൻട്രവലിൻ്റെ ക്ലാസ്സിൽ ചേർന്നിട്ട് ഇപ്പോൾ ഒരു 5-6 മാസമായി കാണും. എനിക്ക് ശരിക്കും നല്ല പോലെ അത് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ ജോലിക്ക് കയറിയപ്പോഴാണ്. എനിക്ക് ഇംഗ്ലീഷ് അറിയാം, നല്ല പോലെ എഴുതാനും ഒക്കെ അറിയാം. ഒരു എസ് എഴുതാൻ പറഞ്ഞാൽ പറ്റേത്, പക്ഷെ ഒരാളോട് സംസാരിക്കാം, പ്രത്യേകിച്ച് എനിക്ക് ഈ നാട്ടിൽ വന്നപ്പോൾ ഇവിടെ ശരിക്കും എനിക്ക് എങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഒരു മടിയായിരുന്നു. അതിൻ്റെ അത് മാറി. എനിക്ക് കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. Okay, so if you want to compare two or more things, you can use a superlative adjective. For example, most beautiful. She is the most beautiful in her family. There, what did we do? We are comparing a person with the whole family. It is called superlative. If you're comparing two things, it is ഇപ്പം ഞാൻ ആര് സംസാരിച്ചാലും തിരിച്ച് സംസാരിക്കാൻ പോയിട്ടുണ്ട്. അടിപൊളി ക്ലാസ് ആട്ടോ ടീം ഇൻട്രവലിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. 3 ലെവൽസ് ആണുള്ളത്: ബേസിക്, അഡ്വാൻസ്ഡ്, എലിറ്റ്. അതേപോലെ തന്നെ എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടം ഗ്രൂപ്പല്ല, നമുക്കൊരു പേഴ്സണൽ ട്യൂട്ടർ ഉണ്ട്, ഞാനും എൻ്റെ ട്യൂട്ടറും മാത്രം. അപ്പോൾ എനിക്ക് എന്തും സംസാരിക്കാം, എന്നെ ജഡ്ജ് ചെയ്യുന്നുള്ളൊരു പേടിയോ കാര്യങ്ങളില്ല. പിന്നെ ഒരു ഫ്രണ്ട് പോലെയാണ്. എനിക്കൊരു റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെയും ട്യൂട്ടറിനെ ആയിട്ടുള്ളൊരു ഞങ്ങളുടെ റാപ്പോ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ്. നിങ്ങൾക്കറിയാം, എനിക്കിപ്പോൾ ജോലിയും കൂടി തുടങ്ങിയപ്പോൾ ടൈം എന്ന് പറഞ്ഞത് എനിക്ക് തീരെ ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ നാട്ടിലത്തെ ഇവിടുത്തെ ഡിഫറൻസ് അറിയാം. അപ്പോൾ ഞാൻ ഫ്രീ ആവുന്ന ടൈം അവിടെ ഭയങ്കര ലേറ്റ്, എന്നിട്ട് പോലും അവർ നമുക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ടൈമൊക്കെ സെറ്റാക്കി അങ്ങനെ ഉണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീം ഇൻട്രവലിൻ്റെ ക്ലാസ്സിലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾ ക്ലാസ്സിന് മുന്നേ അറ്റൻഡ് ചെയ്തവരുള്ളവരാണെങ്കിൽ അറിയാം. ആരെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾ മുന്നേ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. എനിക്ക് എന്തായാലും അടിപൊളി റിസൾട്ട് ആയിട്ടുണ്ട് ടീം ഇൻട്രോയിൽ. ഞാൻ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് അവർ ട്യൂഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കൂൾ കുട്ടികൾക്കുള്ള ട്യൂഷൻസും അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിനന്ന് മാത്രം. ഒരു ഫ്രണ്ട്ലി എൻവയറമെൻറ്റിൽ അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കുക. ഇതാണ് ടീം ഇൻട്രവലിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. I know you're at the lowest point of your life right now, but trust me, everything will change. Just hear me out. Elamba, yelenamba, neethimba, irenamba. ഫെബ്രുവരി 7th ആണ് ആക്ച്വലി. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് ഫെബ്രുവരി 8th എന്നാട്ടോ. എൻ്റെ മനസ്സിൽ ഇത്ര ഉണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ വിചാരിച്ചത്, കാരണം എനിക്ക് സത്യം പറഞ്ഞ ഈ ഡേറ്റ് എന്ന് പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ നിൽക്കത്തില്ല. എനിക്കും ഈ ഡേറ്റ് നിൽക്കില്ല. എന്നിരുന്നാൽ പോലും ഫെബ്രുവരി 8th എന്നാണ് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ ചാറ്റ് നോക്കുന്നൊരു സ്വഭാവം ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫെബ്രുവരി 7th ആയിരുന്നല്ലേ എന്നുള്ളത് ഉണ്ടായിരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത്, ഞാൻ മൊത്തത്തിൽ ആ സമയത്ത് നമുക്ക് ഒരു എന്താ പറയുക, ഞാൻ ആ ടൈം എങ്ങനെയായിരുന്നു അറിയോ, ഡിപ്രസ്ഡ് ആയിരുന്നു. ഡിപ്രഷൻ എന്നുള്ളത് ശരിക്കും എപ്പോഴും ഇങ്ങനെ ഉപയോഗിക്കരുത് എന്നുള്ള പറയുന്ന വാക്കാണ്. ഇപ്പൊ ഭയങ്കര കോമൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോ കറക്റ്റ് ഡിപ്രഷൻ തന്നെ ആയിരുന്നു. കാരണം നമ്മൾ ക്ലിനിക്കലി അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞൊരു സാധനം ഡിപ്രഷൻ. അപ്പൊ എനിക്ക് അങ്ങനെ തന്നെ പറയാം. ഞാൻ ആ ടൈം ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ലോൺലിനെസ് ആയിരുന്നു കേട്ടോ. ലോൺലിനെസ് എന്ന് പറയുമ്പോൾ ആ ഒരു ടൈം ഭയങ്കര ലോൺലിനെസ് ആയിരുന്നു. ഞാൻ എന്നിട്ട് ശ്രീലുനൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കരയും. ഒറ്റപ്പെടൽ എൻ്റെ ഉപ്പയും ഉമ്മയും എല്ലാവരും ഉണ്ടായിട്ട് പോലും എനിക്ക് ഭയങ്കരമായിട്ടൊരു ഒറ്റപ്പെടൽ തോന്നുക. ആകെ കൂടെ ഓരോ പൊട്ടബുദ്ധികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോന്നുന്ന സമയമായിട്ടാ. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞു, എനിക്ക് കല്യാണം നോക്കിക്കോ, മാട്രിമോണിയിൽ ഇട്ടോ എന്ന് പറഞ്ഞ്. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആണ്, എല്ലാം ആണെങ്കിലും എനിക്ക് ഒരു ആൺ തുണയില്ല അത് ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇത് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ കാര്യമാണ്, എൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്. എനിക്ക് ഒരാള് വേണം. അല്ലാതെ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ, മോൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇറ്റ്സ് ഓൾ നാച്ചുറൽ. എനിക്കൊരു കുടുംബം വേണം, എനിക്കൊരു സ്വന്തമായിട്ട് ഒരു അമ്മയാവണം, കുട്ടികൾ വേണം, ലൈക്ക് എല്ലാം ക്വൈറ്റ് നാച്ചുറൽ. എന്നിട്ട് എല്ലാവരും വിചാരിക്കും മോള് വർക്കഹോളിക് ആണ്, മൊത്തത്തിൽ ഡെഡിക്കേറ്റഡ് ആണ്. ബട്ട് ഷീ ഹാസ് സംതിങ് എൽസ് ഇൻ ഹർ മൈൻഡ്, ലൈക്ക് എ പ്യുവർ ഫാമിലി. എനിക്ക് അങ്ങനെയാണ്. എനിക്ക് കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ സെറ്റിൽ ആവണം. അപ്പൊ എനിക്ക് അതൊക്കെ ഭയങ്കര ഒരു ഒറ്റപ്പെടൽ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. കല്യാണം കഴിക്കണം തോന്നി, എനിക്ക് ഒട്ടും പറ്റാതെ. അപ്പോൾ ഞാൻ ഉപ്പാണ് പറഞ്ഞു മാട്രിമോണി. എനിക്ക് എന്തായാലും ഇനിയൊരു
ഇതാക്കുന്നത് എനിക്ക് പറ്റും തോന്നില്ല. എനിക്ക് അങ്ങനെ തോന്നി തുടങ്ങി. ഇനി എന്നെ കൊണ്ട് പ്രേമിച്ച് ഞാൻ കണ്ടെത്തി ഇഷ്ടപ്പെട്ട് അത് നടക്കില്ല. അപ്പോൾ അവരെന്നെ ഏറ്റവും ബെസ്റ്റ് ഉപ്പാക്കും ഉമ്മാക്കും ആയിരിക്കും എനിക്ക് തരാൻ പറ്റുക. അവർ കണ്ടെത്തേട്ടെ എന്ന് വിചാരിച്ച്. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തോന്നുന്നു എന്തൊരു കല്യാണം കഴിക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല. പെൺകുട്ടി ഉറപ്പായിട്ടും അങ്ങനെ ജീവിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ജീവിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ്. എന്റെ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് പറ്റത്തില്ല. എനിക്കൊരാള് വേണം എൻ്റെ പല കാര്യങ്ങൾക്ക്, എനിക്ക് പല വിഷമങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ. അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരിപ്പോൾ മാട്രിമോണി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കുറച്ച് മെസ്സേജുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് എനിക്ക്. ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ മാട്രിമോണി ഇങ്ങനെ പ്രൊഫൈൽ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് അവർക്കൊക്കെ ഹായ് അയക്കും, ഹലോ അയക്കും. ഒരു കോൺവെർസേഷൻ അങ്ങനെ നീണ്ടു പോയിട്ടില്ല. അംജുക്കാർക്ക് എന്താ എങ്ങനെയായിരുന്നു ആ ഒരു ഇതെന്ന് പറയുമ്പോൾ? എൻ്റെ മുന്നിൽ ഞാൻ ക്ലിയർ ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. മെയിനായിട്ട് ലവ് എന്ന് പറയുന്ന കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ്, ലൈക്ക് ബ്രേക്കപ്സ് ആയാലും എന്തായാലും ഞാൻ എന്താ പറയുക, ലൈഫ് എങ്ങനെ പോയാലും സ്നേഹമായിരുന്നു എനിക്ക് എന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ. അറ്റ് ദ എൻഡ് ഓഫ് ടൈം ഐ നീഡ് സമൺ ടു ലവ്. പക്ഷേ അതിൽ നിന്ന് എൻ്റെ ഓരോ ഫേസസും എൻ്റെ ഓരോ ഏജും കടന്നു പോയപ്പോൾ എൻ്റെ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ലവ് ഈസ് നോട്ട് ദ ഓൺലി തിങ് ദാറ്റ് വി നീഡ്, ഇറ്റ്സ് ജസ്റ്റ് എ പാർട്ട് ഓഫ് ലൈഫ്. അത് നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ്. അതിനു വേണ്ടി ഒരു പാർട്ട്ണർ വേണം, കുടുംബം വേണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനും. അത് എപ്പോഴും എന്താ പറയുക ഫോർ എവർ തിങ് ആവണം എന്ന് പിന്നീട് എൻ്റെ മൈൻഡിൽ വന്നപ്പോൾ ആണ് എനിക്ക് ഈ മാട്രിമോണി ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒരു എന്താ പറയുക ഒരാളിനെ സ്നേഹിച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ കണ്ടുപിടിക്കാൻ എനിക്ക് അതിനുള്ളൊരു ഇതില്ല. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞ എൻ്റെ ലൈഫ് ഓൾറെഡി ആ സ്മൂത്ത് റണ്ണിങ്ങിലാണ്. ജോലിയുണ്ട്, പഠിത്തം കഴിഞ്ഞ് അത്യാവശ്യം വീട്ടുകാരെയൊക്കെ നോക്കുന്നുണ്ട്, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദെൻ ഐ തിങ്ക് ലൈക്ക് I could like get a partner with me, I could take care of her. വേറെ എനിക്ക് വേണ്ടി ചെലവിനൊന്നും തരണമെന്നല്ല, എനിക്ക് മൊത്തത്തിൽ നോക്കാൻ കഴിയും എന്നൊരു വിശ്വാസം വന്നപ്പം ആ ഒരു മൂമെൻറ്റിലാണ് ഈ മാട്രിമോണിയുടെ സംഭവം എടുത്തിട്ടത്. അത് കോമഡി. മാട്രിമോണി ഇട്ട ശേഷം എനിക്ക് വരുന്ന ആലോചന ഇങ്ങോട്ട് റിക്വസ്റ്റ് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഡൽഹി, ഇവിടുന്നൊക്കെ മലയാളികളൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ജനിച്ചു വളർന്നത് സൗദിയിലാണ്. സൗദിയിൽ ജനിച്ചു വളർന്നുകൊണ്ട് എനിക്ക് ഒരു മറ്റേ ആ കൈൻഡ് ഓഫ് ഒരു വൈബ് അറിയാവുന്നൊരു ആള് വേണമെന്നെങ്കിലും എങ്ങനെ ഞാൻ സൗദി, അപ്പം ദുബായ് എനിക്ക് എന്തായാലും പോകണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെ നോട്ട് പ്രൊഫൈലിൽ ഫിൽറ്റർ ചെയ്യുമല്ലോ നമ്മളിങ്ങനെ ഏത് സ്ഥലമൊന്നും, അങ്ങനെ എനിക്ക് കേരള, ദുബായ് അങ്ങനെ സംതിങ് ഇങ്ങനെ അടിച്ചു നോക്കി. അങ്ങനെ ഇങ്ങനെ ഓരോ പ്രൊഫൈലൊന്നും ഇങ്ങനെ ഓരോ റിക്വസ്റ്റ് ഇങ്ങനെ കൊടുത്ത് നമ്മളിങ്ങനെ കൊള്ളാം. അങ്ങനെയാണ് ഒരു സ്വൈപ്പ് ചെയ്ത സമയത്ത് എനിക്ക് മോളുടെ ഫോട്ടോ വരുന്നു. മോളിലൊരു എന്താ പറയുക ആ ഒരു മൂമെൻറ്റിൽ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ വെച്ച് കാണാൻ കൊള്ളാം, നല്ല ഇത്. എനിക്കറിയുന്നില്ല, ഞാൻ ആകെ ഹില ആ ഒരു പേരാണ് ഞാൻ ആദ്യം കാണുന്നത്. അങ്ങനെ ഹില എന്നൊരു പേരിങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഒരു ബ്ലാക്ക് ടോപ്പ്, ഒരു വൈറ്റ് ഷർട്ട്, ബ്ലാക്ക് ടോപ്പ്, ഒരു ക്രീം പാന്റ്, ഒരു വല്ലാത്തൊരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് ഫീലിംഗ് എനിക്കൊരു ഇത് വന്നു കേട്ടോ. ആ ടൈമിൽ ഞാൻ ഇങ്ങനെ റിക്വസ്റ്റ് അയച്ചു. അങ്ങനെ ഇത് അയച്ചിട്ട് എപ്പോഴും അയച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇതിനു മുന്നേ മാട്രിമോണി തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ ആദ്യം ഒരു ബിഫോർ ഈ നമ്മുടെ ഒരു ഇത് വരുന്ന മുന്നേ ഒരു 2-3 months ബാക്ക് ഞാൻ ഇങ്ങനെ മാട്രിമോണി ഇങ്ങനെ രജിസ്റ്റർ ചെയ്തായിരുന്നു. പക്ഷേ ഞാനതിങ്ങനെ നോക്കി ലാസ്റ്റ് ഞാൻ മാട്രിമോണിയുടെ ആ സൈറ്റ് അവിടെ വിട്ടു. എപ്പോഴെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാന്ന് വെച്ച് ഇങ്ങനെ വെച്ചിരുന്നതാണ് ലാസ്റ്റ്. ആക്ച്വലി അംജുക്ക ഒരു ബ്രേക്കപ്പിന് ശേഷമാണ് അംജുക്ക ഇങ്ങനെ അറേഞ്ച്ഡ് മാരേജ് എന്നുള്ള ഒരു ഇതിന്ന് ഇതായത്. അടപടലം അംജുക്കയും മോഞ്ചി ഇരിക്കുന്ന സമയത്താണ് അംജുക്കാർക്ക് തോന്നിയത് എന്റെ ലൈഫിലൊരു ഫേസസ് ആണ്. ഒരു മൂമെന്റ് ഓഫ് ടൈമില് എനിക്ക് അറേഞ്ച് മാരേജ് വേണമായിരുന്നു, പക്ഷെ അതിൽ നിന്ന് എനിക്കൊരു ബിട്രയൽ കിട്ടി. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഈ എന്താ പറയുക മാരേജ് എന്ന കോൺസെപ്റ്റ് വേണ്ടാന്ന് വെച്ചിട്ട് വേറൊരു ലൈക്ക് ഓപ്പൺ റിലേഷൻഷിപ്പ് അതായിരുന്നു എന്റെ കോൺസെപ്റ്റ്. പക്ഷെ അതിൽ നിന്ന് കിഡ്ലോസ്കി തേപ്പും കിട്ടി. അതിനുശേഷം ഞാനത് നമ്പായി പിന്നെ എനിക്ക് ഇതിനുള്ള എല്ലാ ഇത് പോയി. ലാസ്റ്റ് ഒരു ഇതായിരുന്നു എനിക്ക് ഏറ്റവും ആഗ്രഹമായിരുന്നു എൻ്റെ പപ്പായും മമ്മിയും സെലക്ട് ചെയ്ത് തരുന്ന ഒരാള്. എങ്ങനെ വന്നാലും അവരുടെ ഒരു അനുഗ്രഹവും ആ സ്നേഹം കൊണ്ട് എനിക്ക് കിട്ടുന്നൊരു പെണ്ണ്, എനിക്ക് ആ ഒരു സിഗ്നേച്ചർ എനിക്ക് വേണമായിരുന്നു ഇനി വരുന്ന എൻ്റെ ഒരു ആളിന്. അങ്ങനെയാണ് ഒരു മെസ്സേജ് ഞാൻ കാണുന്നത്. സാധാരണ ഞാൻ ഇൻസ്റ്റാഗ്രാം മെസ്സേജുകൾ വളരെ വല്ലപ്പോഴും മാത്രമേ ഓപ്പൺ ആക്കാറുള്ളൂ. എന്തെങ്കിലും ഒരു മൂഡിലുള്ള മാത്രമേ നോക്കാൻ. ഒത്തിരി മെസ്സേജുകൾ വരുന്ന കാരണം എനിക്ക് ഏത് ഓപ്പൺ ആക്കണം എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ. പിന്നെ ഞാൻ ഓൾറെഡി ആ ഒരു മൈൻഡ് സെറ്റ് മൂഡിലായിരുന്നില്ല ഞാനുണ്ടായിരുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു മെസ്സേജ്, ഒരു
വലിയ ലോങ് മെസ്സേജ്. അതാണ് നിങ്ങൾ കണ്ടത്, സ്റ്റാർട്ടിങ്ങിൽ കണ്ടേക്കുന്ന ആ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് ഇതിനു മുമ്പും എന്നെ പ്രൊഫൈൽ കണ്ടിട്ടുണ്ടോ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ മുഖത്ത് ഇതുവരെ ഒരു ചിരി വന്നിട്ടില്ല, ഒരു ഹാപ്പിനെസ് എൻ്റെ മുഖത്ത് വന്നിട്ടില്ല. എനിക്ക് ഈ മെസ്സേജിൻ്റെ സ്റ്റാർട്ടിങ് കണ്ടപ്പോഴേ അത് ഞാൻ ഭയങ്കര ക്ലീശയായി പോകും പറയുമ്പോൾ, അത് നിങ്ങൾക്ക് ഭയങ്കര ആർട്ടിഫിഷ്യലായി തോന്നിയെങ്കിലും സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ സ്റ്റാർട്ടിങ് മെസ്സേജ് ചെയ്തപ്പോൾ എന്തോ ഒരു ബോണ്ടോ ഒരു കണക്ഷനോ ഇതായിരിക്കോ എൻ്റെ എന്നുള്ള ഒരു സാധനം എൻ്റെ ഉള്ളിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ മെസ്സേജ് അയച്ച അങ്ങോട്ടേക്ക്. ഞാനപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ID ഒന്ന് തരൂ എന്നാണ്. കാരണം എനിക്ക് ആളറിയില്ല, ഞാനല്ല റിക്വസ്റ്റ് അയച്ചേക്കുന്നത്, എൻ്റെ ഉപ്പയും ഉമ്മയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം എനിക്ക് മാട്രിമോണി ഒന്ന് ഞാൻ ഫസ്റ്റ് ടൈം നോക്കിയപ്പോൾ ഇങ്ങനെ കുറേ ചെക്കന്മാരെ കണ്ടു, ഒരുപാട്. പിന്നെ ഞാൻ ഇപ്പം ഇതിൽ ആരെയെന്ന് വെച്ചിട്ട് സെലക്ട് ചെയ്യും. ഇപ്പം എനിക്ക് ഇനി ഒരെണ്ണത്തിന് ഇഷ്ടമായി എന്ന് വിചാരിക്കാം, അവർക്ക് എന്നെ ഇഷ്ടമാവണമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ റിജക്ഷൻ വരുന്നേക്കാളും ഏറ്റവും നല്ലത് ഉപ്പയും ഉമ്മയും കണ്ടെത്തി എന്നാൽ അവരായിട്ട് അങ്ങനെ അതായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അവരാക്കിയത്. അപ്പം ഞാൻ പ്രൊഫൈൽ ID, അപ്പം ഞാൻ എനിക്ക് പ്രൊഫൈൽ ID അയച്ചു തന്നപ്പോൾ ഞാൻ നേരെ കേരള മാട്രിമോണി കയറിയ നമ്പർ അടിച്ച് നോക്കിയപ്പോൾ പ്രൊഫൈൽ കണ്ടു. അതിൽ ഒന്നുമില്ല, സത്യം പറഞ്ഞാൽ ഒന്നും അവർ അപ്ഡേറ്റ് ചെയ്തില്ല. UK ആകുന്നുണ്ട്, ഏത് യൂണിവേഴ്സിറ്റി ആകുന്നുണ്ട്, വേറെ എന്ത് ജോലി അല്ലെങ്കിൽ ഫാമിലി ഡീറ്റെയിൽസ്. ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പേടിയാവും, അങ്ങനത്തെ ഫോട്ടോസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മറ്റേ കൊമ്പമീശൊക്കെ വെച്ച് മുടിയൊക്കെ ഇങ്ങനെ വളർത്തി അങ്ങനത്തെ ഒരു എൻ്റെ ടേസ്റ്റേ അല്ല. ഓക്കെ, എൻ്റെ ടേസ്റ്റേ അല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ടേസ്റ്റേ അല്ലാത്ത ഈ അംജുക്കേ അല്ല ആ ഫോട്ടോസിലുണ്ടായിരുന്നു. അത് ഏത് പ്രായത്തിലത്തെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് കണ്ടപ്പോൾ ഞാൻ ഇതാണോ ചെക്ക്. എന്നാലും എനിക്ക് അപ്പോൾ ഞാൻ ഓക്കെ അപ്പം തന്നെ എനിക്ക് ഇവൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഒരു വോയിസ് അയച്ചു. ഞാൻ അങ്ങനെയാണ് ഇവൻ്റെ ശബ്ദം ഫസ്റ്റ് ടൈം കേൾക്കുന്നത്. ഹായ് ഹില, ഹോപ്പ് യു ആർ ഡൂയിങ് ഫൈൻ. ഞാൻ ഇതുവരെ പാരൻസായിട്ട് സംസാരിച്ചിട്ടില്ല. ഇന്നലെ ആയിരുന്നു സംഭവം. എനിക്കിങ്ങനെ ഹിലയുടെ പാരൻസിൻ്റെ വാപ്പിജീൻ്റെ അടുത്ത് നിന്ന് എനിക്കിങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ എന്തായാലും പ്രൊഫൈൽ ആദ്യമായിട്ടാണ് ഹിലയെ കാണുന്നത്. സോ ഐ വാസ് ലൈക്ക് എ ബിറ്റ് എക്സൈറ്റഡ് ആൻഡ് ഐ തോട്ട് ലൈക്ക് ഇറ്റ്സ് സംതിങ് ഗുഡ്. അങ്ങനെയാണ് ഞാൻ തോട്ട് ലൈക്ക് ഐ വുഡ് ഡയറക്ട്ലി കം ആൻഡ് ആസ്ക് യു അബൌട്ട് ദിസ് ഇഫ് യു ഹാവ് എനി ഐഡിയ അബൌട്ട് ഇറ്റ്. സോ ഇഫ് യുവർ പാരൻസ് ആർ ഓക്കെ വിത്ത് ഇറ്റ്, നമുക്കിത് ഫോർവേഡ് ആണെങ്കിൽ ഞാൻ വേണമെങ്കിൽ എൻ്റെ പാരൻസിൻ്റെ നമ്പർ ഷെയർ ചെയ്യാം. പിന്നെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുമ്പോൾ, ഞാനിവിടെ UK വരുന്ന മുന്നേ എനിക്ക് ഇതേപോലെ ഒരു പ്രൊഫൈലിൽ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വന്നായിരുന്നു കേട്ടോ. വന്ന് പാരൻസൊക്കെ ഓക്കെയാണ്, എല്ലാം സെറ്റായിട്ട് വന്നപ്പോൾ ആ കൊച്ചു പിന്നെ ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയച്ച് ലൈക്ക് ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്, പാരൻസ് ആർ ഫോഴ്സിങ് ഹെർ ടു ഡു ദിസ് ആൻഡ് ഓൾ. സോ ഒന്നാമത് വീട്ടിൽ പറഞ്ഞിട്ട് അവർ ഓക്കെ ആക്കിയിട്ട് ലാസ്റ്റ് പെണ്ണ് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ യു നോ ഹൗ ഇറ്റ് ഗോസ് റൈറ്റ്. സോ അതായിരുന്നു ഞാൻ ഡയറക്റ്റ്ലി ഹിലേക്ക് തന്നെ മെസ്സേജ് അയച്ചത്. ഹോപ്പ് ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്നിട്ട് എന്തായിരുന്നു ആ ഫീൽ? ലൈക്ക് ഫസ്റ്റ് ടൈം എൻ്റെ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ വീണേന്ന് തോന്നുന്നുണ്ട്. ആ ശബ്ദത്തിലാണ് വീണ. പ്രൊഫൈൽ കണ്ടിട്ട് എൻ്റെ മനസ്സ് ചത്തു എന്നുള്ള സാധനം എനിക്ക് വന്ന്. ഇനിയിപ്പോൾ ഞാൻ എന്തോ സംസാരിച്ച് തുടങ്ങുകയും ചെയ്ത് അത്. പിന്നെ എനിക്ക് ശബ്ദം കേട്ടപ്പോൾ ഉണ്ടല്ലോ, ഹായ് ഹില, ആ ഭയങ്കര ബാസ് ശബ്ദത്തിന്. എനിക്കത് ഭയങ്കര, എനിക്ക് പിന്നെ സംസാര രീതിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഓക്കെ, ലുക്കെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കാൻ കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ടാവില്ലേ, ആ കോൺസെപ്റ്റ് അല്ലായിരുന്നു. എന്തിനാ പോലും ഓക്കെ ആ ലുക്കിലല്ലല്ലോ കാര്യം. അപ്പം ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ അങ്ങോട്ട് ഫോളോ റിക്വസ്റ്റ് അയച്ചു അംജുക്കാക്ക്. ഞാൻ റിക്വസ്റ്റ് അയച്ചു കാരണം ഞാൻ റിക്വസ്റ്റ് അയക്കാൻ വേറെ കാര്യമുണ്ട്. എനിക്ക് ഫോട്ടോസ് കുറച്ചും കൂടി കാണണം. എനിക്ക് ആളെ കാണണ്ടേ. അപ്പോൾ അതിനുവേണ്ടി എന്നെ ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യണൂല ഇൻസ്റ്റയില്. അപ്പൊ ഞാൻ ആദ്യമൊന്നും പറഞ്ഞില്ല, അക്കൗണ്ട് പ്രൈവറ്റ് ആയിരുന്നു. ഒരു 300 ഫോളോവേഴ്സ് ഉള്ളൊരിത് പ്രൈവറ്റ് അക്കൗണ്ട് ഞാൻ അയച്ചപ്പോൾ എൻ്റെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു എൻ്റെ റിക്വസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യോ എന്ന്. ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ, ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാന്ന്. അപ്പോൾ ഓക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി അങ്ങനെ സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ടുള്ള ഒരാളല്ല. ഞാൻ യൂട്യൂബർ ആണെന്ന് അറിയത്തില്ല, ഒന്നും അറിയില്ല. ഇൻസ്റ്റയിൽ എനിക്ക് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെന്ന് അറിയാം, ഞാൻ കുറച്ചിങ്ങനെ മോട്ടിവേഷൻ റീൽസ് ചെയ്യുന്നുണ്ട്, അത്രേ അറിയുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഒരു സെറ്റ് ഓഫ് ഫാമിലി ഫ്രണ്ട്സ് എൻ്റെ ഒരു സർക്കിൾ ഉണ്ട്, അവരുടെ അപ്പുറം ഞാൻ വേറെ പോയിട്ടില്ല. എനിക്ക് അത്ര ലൈക്ക് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായി എൻ്റെ യൂട്യൂബ് ഒന്നും അറിയില്ല, എൻ്റെ ബ്രേക്കപ്പിന്റെ അറിയില്ല, ഞാൻ ഈ യൂട്യൂബില് പണ്ട് കപ്പിൾ വ്ളോഗ് ചെയ്തിരുന്നെന്ന് അറിയില്ല, എൻ്റെ അടുത്ത് ഒന്നും അറിയത്തില്ല. ഞാൻ യൂട്യൂബറാണ്, ഞാൻ ഓക്കെ ഗുഡ്.
ഞാൻ വളരെ കോൺട്രവേഴ്ഷ്യൽ ആണ്. ഞാൻ play പറഞ്ഞു, ഫാമിലി വൈസ് ഫാമിലിക്കെല്ലാം കാരണം ഒട്ടുമിക്ക ഫാമിലീസിനും പ്രത്യേകിച്ച് മുസ്ലിം ഫാമിലീസിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളൊക്കെ എന്റെ കോണ്ടന്റ്സ് ഇൻഫോർമേറ്റീവ് ആണ് എന്നൊക്കെ പറയുവാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു കല്യാണാലോചന വരുമ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യുന്നതല്ലേ എന്നുള്ളൊരു സാധനം വരും. അപ്പൊ എനിക്കിതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അംജുക്കാക്ക് എന്ത് ചെയ്തു, എന്റെ യൂട്യൂബിന്റെ ഒരു 5-6 ലിങ്കുകൾ ഞാൻ അയച്ചു കൊടുത്തു. പിന്നെ ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ച കുറച്ച് ലിങ്ക്സ് ഉണ്ടായിരുന്നു, പക്ഷെ ആർക്കും കാണാൻ പറ്റുന്നത്. എന്റെ പണ്ടത്തെ കപ്പിൾ വ്ളോഗ്സ് ഫുള്ള് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല, പ്രൈവറ്റ് ആക്കി വെച്ചേക്കാം. ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. എന്റെ അടുത്ത് എല്ലാം ഇങ്ങോട്ട് പറയുന്നത്. ഞാൻ നോക്കിയപ്പോ ഒരു കുഞ്ഞുമോള് കിടന്ന് ഇങ്ങനെ പറയുന്നത് കൂടുതൽ വിഷമുണ്ട്. എനിക്ക് എല്ലാം ഞാൻ ഞാൻ അൺലിസ്റ്റ് ചെയ്തിട്ട് അയച്ചു കൊടുത്തു. മറ്റേ കപ്പിൾ വ്ളോഗ്സ് ഒക്കെ, ട്രിപ്പ് പോയത്, അങ്ങനത്തെ ഒക്കെ വ്ളോഗ്സ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിപ്പോ അവൻ കണ്ടിട്ടില്ല, പക്ഷെ എന്നാൽ ബാക്കി പബ്ലിക് കുറെ കണ്ടിട്ടുള്ളത്. അപ്പൊ നാളെ ഒരു ദിവസം കമന്റ്സ് വരും. അപ്പൊ എനിക്ക് അങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഒരു കല്യാണം എനിക്ക് ആവശ്യമില്ല. എനിക്ക് എല്ലാം ഓപ്പൺ ആയിട്ട് അറിഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഇത് ഫുള്ളിരുന്ന് കാണണം, ഓക്കെ, കണ്ടിട്ട് മാത്രം ഓക്കെ ആണ് എന്ന് ചിന്തിച്ചിട്ട് മാത്രം വേണം. അതും വീട്ടുകാരോട് ഇതൊക്കെ പറഞ്ഞ്, വീട്ടുകാരോടും വീട്ടുകാർക്ക് ഇത് അറിയില്ലെങ്കിൽ വീട്ടുകാരോടും പറഞ്ഞിട്ട് വേണം നമുക്ക് ഈ കല്യാണം. എന്നിട്ട് വീട്ടുകാർ തമ്മിൽ സംസാരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആദ്യം നീ ഓക്കെ ആവണമെന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെ ഇടയിൽ തന്നെ നമ്മൾ ഈ പറയുന്നുണ്ട്, നമ്മളൊരു സീരിയസ് ലൈക്ക് നമ്മൾ വീട്ടുകാരടുത്ത് കൊടുത്ത് അവർ തമ്മിൽ സംസാരിക്കുന്ന പറയുന്ന സമയത്ത് തന്നെ ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ നടക്കുന്നുണ്ടായിരുന്നു. കാരണം A to Z കാര്യങ്ങൾ അംജുക്കാടെ ലൈഫിൽ എന്തൊക്കെ പാസ്റ്റിൽ നടന്നിട്ടുണ്ടോ അവൻ ഭയങ്കര ഓപ്പൺ അപ്പ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞത്, അത് വിഷമങ്ങള്, ദുരിതങ്ങള്, സന്തോഷങ്ങള് ഇല്ല. അതേപോലെ ഞാനും A to Z എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അത് കേട്ടാ പ്രശ്നമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിരുന്നു. ആ ഷെയർ ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം പരിചയമുള്ളൂ. എന്തിന് അത്രയും ഡീപ്പ്, ഞങ്ങളുടെ അത്രയും ഉള്ളിൽ കുഴിച്ചു മൂടിയ രഹസ്യങ്ങൾ വരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. മാത്രം പറയുന്ന ഒരു കൊച്ചാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ആദ്യം ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന് കൈ കഴിച്ചു, പിന്നെ വോയിസ് നോട്ട് അയക്കാന്ന് വെച്ച് അവസാനം അങ്ങനെയായിരുന്നു. അംജുക്കും ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും. അപ്പൊ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ ഇതാക്കി എല്ലാം ഫുൾ ഷെയർ ചെയ്യും കാര്യങ്ങളൊക്കെ ആക്കി. അപ്പോൾ അംജുക്ക് എനിക്ക് സ്റ്റാർട്ടിങ് മെസ്സേജ് അയക്കാനുള്ള കാരണം എന്തെന്ന് അംജുക്ക് ആ വോയിസ് നോട്ട് നിങ്ങൾ കേട്ടില്ല, മനസ്സിലായിട്ടുണ്ടാവും. ഇതിന് മുമ്പ് ഒരു കല്യാണാലോചന ഉണ്ടായിരുന്നു. അപ്പൊ ആ പെൺകുട്ടി പിന്നെ ആ വീട്ടുകാരൊക്കെ 2 വീട്ടുകാരും ഓക്കെ ആയിട്ട് ആ പെൺകുട്ടി പറഞ്ഞു അത് പെൺകുട്ടിയുടെ ഇഷ്ടം. അതുകൊണ്ടാണ് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാൻ കാരണങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങളായപ്പോ എനിക്ക് ഒരു ഭയങ്കര ഇഷ്ടം തോന്നി. ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഫീൽ ചെയ്തു. പിന്നെ എന്നെ ഇൻസ്റ്റയിൽ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തില്ല. അപ്പൊ ഞാൻ ഫോട്ടോസ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല, ഓരോ ഫോട്ടോയിലും ഓരോ ലുക്കാ, ഓരോ ഫോട്ടോയിലും പല പല ലുക്കാണ് ഫോട്ടോയില്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൽ ഏതാണ് കറക്റ്റ് ലുക്ക്. ചില ലുക്ക് കണ്ട പേടിയാവുന്ന തരം ലുക്കുകൾ, എനിക്ക് പേടിയാവുന്ന തരം ലുക്കുകൾ. അപ്പൊ ലുക്ക് മാത്രമാണ് എനിക്ക് പറ്റുക. അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങോട്ട് രണ്ട് അതല്ലേ നീ ശരിക്കും, ഞാൻ ചോദിച്ചു ഇതിൽ ശരിക്കും ഏതാണ് നീ? നേരി കണ്ടിട്ടില്ലല്ലോ, അപ്പൊ എനിക്കിതിൽ ഏതാ ശരിക്കും മനസ്സിലാവുന്നില്ല. അപ്പൊ ശരിക്കും ഇപ്പൊ നിന്നെ എങ്ങനെ കാണാന്ന് ചോദിച്ചു. ഇതന്നല്ലേ ചോദിച്ചത്. ഓക്കെ, അപ്പൊ അംജുക്ക പറഞ്ഞ് അംജുക്ക എനിക്കൊരു ഫോട്ടോ അയച്ചു, സെൽഫി ഒരു ഫോട്ടോ അയച്ചു. ആ ഫോട്ടോ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എന്ത് ഭംഗിയായിരുന്നു അറിയോ ഫോട്ടോ. ഞാൻ ഫോട്ടോ സ്ക്രീൻഷോട്ട് അതല്ല അംജുക്ക 1 ടൈം വാച്ച് എനിക്ക് അയച്ചെന്ന്, ഇൻസ്റ്റയില് 1 ടൈം അയച്ചെന്ന്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ അറിയും ചിലപ്പോ സ്ക്രീൻഷോട്ട് നാളക്കേട് അതിനോട് ചത്താ മതി. കാരണം നമ്മള് റിലേഷൻഷിപ്പ് ഒന്നും ആയിട്ടില്ല. എനിക്ക് പ്രശ്നമില്ലെങ്കിൽ നമുക്കൊരു നിലയും വിലൊക്കെ ഇല്ലേ. അപ്പൊ എനിക്ക് കണ്ടപ്പോ എനിക്ക് എന്റെ മനസ്സിലുള്ള അതേ നല്ല ഭംഗിയായിരുന്നു ആ ഫോട്ടോ. ഇപ്പോഴും ആ ഫോട്ടോയുടെ അത്ര ഭംഗിയുള്ള ഒരു ഫോട്ടോ ഞാൻ കിട്ടിയിട്ട് പോലും എടുത്തിട്ടില്ല, അത്ര ഭംഗിയുള്ള ഫോട്ടോ ആയിരുന്നു. ഞാനപ്പോ ഫോട്ടോ കൊള്ളാനോ ചെക്ക് എന്നിട്ട് മാട്രിമോണി പോലല്ലോ. ഓക്കെ, ലുക്ക് കൊണ്ടും ഇഷ്ടമായി, ഇതുകൊണ്ട് ഇഷ്ടമായി. ഇനിന്ന് പറയുന്നത് നമ്മളിപ്പോ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളും പോലല്ല, വീട്ടുകാര് സമ്മതിക്കണം അല്ലേ. അപ്പൊ പിന്നെ ഫസ്റ്റ് അംജുക്കാടെ ഫാമിലിനോട് പപ്പാടെ അടുത്ത് പറഞ്ഞു, മമ്മിയുടെ അടുത്തും കാര്യങ്ങളെ പറഞ്ഞു. അപ്പം എല്ലാരും പിന്നെ മെയിനായിട്ട് എന്റെ അമ്മാച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോ അമ്മാച്ചി ഒരു അവർ കഴിഞ്ഞപ്പോ അമ്മാച്ചി വന്നിട്ട് പറയാ അടിപൊളി കൊച്ചാണ് അംജുക്ക. അമ്മാച്ചി പറഞ്ഞ പറ്റി വേറെ ഒന്നും ഇല്ല. അംജുക്ക അനിയത്തിയാട്ടോ സിസ്റ്റർ. അപ്പൊ പിന്നെ അഫ്സു അംജുക്കാടെ ബ്രദർ, അനിയനൊക്കെ എന്റെ വീഡിയോസ് ഞാൻ നോക്കിയപ്പോ അനിയൻ സബ്സ്ക്രൈബറാ.
ഞാൻ പോലും അറിയില്ല, ഞാൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അസ്ലാം അലി എന്ന് പറയുന്ന ആൾ എനിക്ക് അറിയത്തില്ല. അപ്പൊ അഫ്സു ഇങ്ങനെ അംജുക്കാണ്ട് പറഞ്ഞു ഇങ്ങനെ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു ഓക്കെ അല്ലാതെ. പിന്നെ പപ്പ മമ്മി അങ്ങനെ ഞങ്ങള് രണ്ട് വീട്ടുകാരും കൂടി സംസാരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നു, അന്വേഷണങ്ങൾ നടക്കുന്നു. അതൊരു നാട്ടിൽ നടപ്പാണല്ലോ, നമ്മളൊരു അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ആക്കുന്നു. UK വരെ ഉണ്ടായിരുന്നു, UK വരെ അത്താടെ ഫ്രണ്ട് വന്ന് ഇങ്ങനെ അന്വേഷിച്ചായിരുന്നു. പിന്നെ എന്റെ ഉപ്പാക്കും ഉമ്മാക്കാണെങ്കിലും അംജുക്കാടെ പപ്പാക്കും മമ്മിക്കാണെങ്കിലും ഒരു കാര്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. പാസ്റ്റില് അവർക്ക് നോക്കണ്ട, പ്രസന്റില് ആളെങ്ങനെയാണെന്നാണ് അവർ അന്വേഷിച്ചിരുന്നത്. എന്റെ മമ്മി ആകെ എന്നെ നോക്കാൻ പറ്റും. മമ്മി പറഞ്ഞ നല്ല ബുദ്ധിയോടെ വെച്ചാണ്, മമ്മി പറഞ്ഞ നല്ല ബുദ്ധിയോടെ വെച്ചാണ് നിന്നെ നല്ല നടപ്പ് നടത്തിയിരുന്നത്. അങ്ങനെയാണ് നോക്കിയിരുന്നത്. അങ്ങനെ പെട്ടെന്ന് പിന്നെ ഭയങ്കര ഫാസ്റ്റായി. പെണ്ണ് കാണാൻ അംജുക്കാൻ അപ്പോഴും കാണുന്നില്ല. ഞങ്ങളിങ്ങനെ ഭയങ്കര ക്ലോസ് ആവുന്ന. പക്ഷെ ഒരു കാര്യം, ഞങ്ങൾ രണ്ടുപേരും എൻറ്റയർ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് മൊത്തത്തില്. അത് ഞങ്ങൾ ആ ഒരു ടൈം ഇത് നടക്കുന്ന ഇടയ്ക്ക്, അതായത് എല്ലാം ഓക്കെ സെറ്റായി വീട്ടുകാരൊക്കെ കൺഫേം ചെയ്ത സമയത്ത് അതിന്റെ ബാക്കിലെ ഒരുങ്ങുകളിൽ ഞങ്ങൾക്ക് മനസ്സിലായി നല്ല ഡിഫറൻസസ് ഉണ്ട്. പക്ഷെ നമ്മളുടെ ഇടയിൽ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ ശരിയാവോ, വർക്ക്ഔട്ട് ആവോ, ഒരു എൻഗേജ്മെന്റിന്റെ അത് വരെ ഭയങ്കര ക്രൂഷ്യലായിരുന്നു. അതിപ്പോ ഫാമിലീസ് ആണെങ്കിലും, രണ്ട് ഫാമിലീസ് തമ്മിലാണെങ്കിലും ഭയങ്കര ഇതായിരുന്നു. കാരണം ഒന്നാമത് ട്രിവാൻഡ്രാണ് അംജുക്കാട്, തെക്ക് ഭാഗം, എന്റെ പാലക്കാട്. ഞങ്ങളുടെ കൾച്ചർ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്, സംസാര രീതി. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറയുന്നുണ്ട്, ഞാൻ കേരളത്തിൽ നിന്നല്ല അത് പറയുന്നുണ്ട്. പക്ഷെ ചില പാരന്റ്സിന്റെ അങ്ങോട്ട് സംസാരം കൺവേ ചെയ്യുന്ന രീതി, മനസ്സിലാക്കുന്ന രീതി ഒക്കെ ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. മിസ്അണ്ടർസ്റ്റാൻഡിങ്, ലാംഗ്വേജ് ബാരിയേഴ്സ് ഭയങ്കരമായിരുന്നു. ഈ ട്രിവാൻഡ്രം, പാലക്കാട് പല സംസാരങ്ങളാകുമ്പോൾ നമുക്ക് ചിലതൊന്നും ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ഒറ്റതുള്ളൂ, എങ്ങനെയെങ്കിലും കേട്ടണം. മോൾക്ക് ഇങ്ങനെ ചില കൺഫ്യൂഷൻ എന്റെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിക്കും. ഞാൻ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളായിരുന്നു. അംജുക്കാക്ക് എന്ന് പറയുമ്പോൾ എന്നോട് ആ സമയം തൊട്ട് ഡീപ്ലി ഇൻ ലവ് എന്ന് പറയും. അംജുക്ക ആ സമയത്തെ ഭയങ്കര ഭ്രാന്ത് പിടിച്ചിട്ട് എന്നെ സ്നേഹിച്ചിരുന്നത്. ആ സമയം തൊട്ടേ അങ്ങനെയായിരുന്നു. ഞാൻ പറയുമ്പോൾ പക്ഷെ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇതാക്കുക, എനിക്ക് ക്ലിയർ ആവണം എല്ലാ കാര്യങ്ങളും. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അവള് പറഞ്ഞ ഇത് ശരിയാകത്തില്ല, ഇത് പറഞ്ഞ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളുടെ കല്യാണത്തിന് മുമ്പേ ഞങ്ങൾ തമ്മിൽ കുറെ ക്ലാഷസ് അങ്ങനെ നടന്നിട്ടുണ്ട്. ലോങ് ഡിസ്റ്റൻസ് അല്ലേ, എന്നിട്ട് മെയിനായിട്ട് പറഞ്ഞ മോളെ ഇത് നമ്മുടെ ഫോൺ തമ്മിലുള്ള കോൺവെർസേഷൻസ് ആണ്. ആക്ച്വലി നമ്മള് ഒരുമിച്ച് ജീവിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇതെന്താ അംജുക്കൻട്ട് പറയും, മോളെ എല്ലാം ലോങ് ഡിസ്റ്റൻസ്, നമ്മുടെ ഫാമിലീസ് ലോങ് ഡിസ്റ്റൻസിൽ തന്നെയാണ്, നമ്മൾ രണ്ടുപേരും ലോങ് ഡിസ്റ്റൻസിലാണ്. മൊത്തത്തിൽ അതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, അതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അതിലൊരു നമ്മുടെ ഡേറ്റും ഉണ്ടായിരുന്നു, മീറ്റപ്പ് ഡേറ്റ്, ഒക്കത്തിലൊരു ഇതായിരുന്നു. അപ്പൊ പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഗിവ് അപ്പ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. എന്തൊക്കെ വന്നാലും എന്തൊക്കെ പ്രശ്നം ഗിവ് അപ്പ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. അത് ആ ഒരു സാധനം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അംജക്ക് എനിക്ക് എപ്പോഴും തരും, മോള് ഇത് വിചാരിക്കുന്ന പോലെയല്ല, നമ്മളുടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ്, മോള് ഇങ്ങനെ ആലോചിച്ച് കൂട്ടല്ലേ എന്നൊക്കെയുള്ള സാധനം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റീസ് ഉള്ള ഒരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മളുടെ എൻഗേജ്മെന്റ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോഴും ഞാൻ ചെക്കനെ കണ്ടിട്ടില്ല, ചെക്കനെ എന്ന് പറഞ്ഞാൽ കാണുന്നില്ല. പക്ഷെ ആ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ആ ഒരു ബോണ്ടിന് ഒരു ഭയങ്കര സ്ട്രോങ് ആയി പോലെ. ഷിഫ്റ്റ് ഉണ്ടായിരുന്നു അന്ന്, എൻഗേജ്മെന്റ് അന്ന് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, നൈറ്റ് ഷിഫ്റ്റ്. ഓടി വന്ന് വൈറ്റ് ഷർട്ട് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കല്യാണ ചെക്കനെ പോലെ അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ നമ്മളെ എൻഗേജ്മെന്റ് കഴിയുന്നു. അപ്പോഴും ചെക്കനെ കണ്ടിട്ടില്ല നേരില്. എന്നിരുന്നാൽ പോലും നമ്മള് നേരിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആ ഒരു ഫിസിക്കൽ പ്രസൻസ് ഉണ്ട്, അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇടയിൽ മൊത്തത്തിൽ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള എന്തോ ഒരു ഇത് കുറവ്. അത് കഴിഞ്ഞ് നമ്മുടെ കല്യാണത്തിന്റെ അപ്പോഴും കല്യാണം കഴിക്കും എന്ന് തന്നെയാണ് കേട്ടോ, എന്തൊക്കെ വന്നാലും. മെയിനായിട്ട് നമുക്ക് ഈ കൺഫ്യൂഷൻസ് ഇതൊക്കെ വരാൻ കാരണം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഞങ്ങൾ തമ്മിൽ വളരെ ഇഷ്ടത്തിലാണ്. ആ ഒരു ടൈം തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ട് ആ ഒരു കോസ്മിക് കണക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങൾ ഫുൾ പക്ക ബോണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കുറെ കാര്യങ്ങൾ, വി ആർ ലിവിങ് ഇൻ എ റിയൽ വേൾഡ്. അപ്പോ ബാംഗ്ലൂർ വെച്ചിട്ട് ഞങ്ങള് ഫസ്റ്റ് മീറ്റിംഗ് അതിൽ പോകുന്നു. അവിടെ ഫ്ലാറ്റ് ആയി. അതും ഞാൻ എന്റെ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ചിലപ്പോ വരുന്നല്ലേ. ആ ടൈമില് മറ്റേ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ആ വെയിറ്റിംഗ് പോലെ ഇനി കുറച്ച് മണിക്കൂറുള്ള ഭാവിനെ കാണാനുള്ള ഒരു മൂമെന്റ്. ആ സമയത്ത് അംജുക്ക് വന്ന് തന്നെ അങ്ങ് ഓടിക്കെട്ടി
കെട്ടിപ്പിടിക്കാൻ വേണ്ടി നിൽക്കുന്നു. ഞാൻ ആ സമയത്ത് ഫ്രീസ് ആയി പോയി, കാരണം ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. അംജിക്ക വളരെ പക്ഷെ ആ ഒരൊറ്റ ഹഗ്ഗിലുണ്ടല്ലോ ഞങ്ങളുടെ ആ ഫുള്ള് എന്തൊക്കെ ഉരുകി തീരാളതൊക്കെ ഉരുകി തീർന്ന് ഞങ്ങൾ ഒന്നായി ആ ഒറ്റ ഹഗ്ഗില് ഒന്നായി തീർന്നു. പിന്നെ നമ്മളെ ഫാമിലി ഉണ്ടായിരുന്നു നമ്മളെ ഇതിന്റെ കൂടെ, ബ്രദറും സിസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങള് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ മാരേജ് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ നടക്കുന്നു, കാര്യങ്ങളാക്കുന്നു. പിന്നെ കല്യാണം നിക്കാഹ് എന്റെ ഒരു വലിയ ഇതായിരുന്നു, മോളുടെ വലിയൊരു ഡ്രീം ആയിരുന്നു. എനിക്ക് മോളെ എങ്ങനെയെങ്കിലും ലൈഫിൽ കൊണ്ടുവന്നു, പക്ഷെ മോൾക്ക് അതൊരു വലിയൊരു മൂവ്മെന്റ് ആക്കി എടുക്കണം തന്നെ. അത് നിക്കാഹിന്റെ സാധനം എന്താണെന്ന് അറിയോ, എന്നോട് കുറേ പേര് എന്നോട് നിക്കാഹിന്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഉപ്പ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എൻ്റെ ഉമ്മ രണ്ടാമത് കല്യാണം കഴിച്ച എൻ്റെ ബയോളജിക്കൽ ഫാദർ അല്ല. പക്ഷെ എനിക്ക് എൻ്റെ ഉപ്പ കൈ പിടിച്ച് അംജുക്കാനെ ഏൽപ്പിക്കണം, നിക്കാഹ് കൊടുക്കണം എന്ന്. അപ്പോ ഈ ഇതിന്റെ തലേ ദിവസം വരെ ഉണ്ടായിരുന്നത് അത് പറ്റത്തില്ല, മാമാക്കേ പറ്റുള്ളൂ, ഉപ്പാക്ക് രക്തബന്ധം ഇല്ലാത്ത കാരണം അത് നിക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര വിഷമത്തിലായിരുന്നു എൻ്റെ അടുത്ത്. പിന്നെ എങ്ങനെ എന്റെ ഫാമിലി കൺവേ ചെയ്യണം ആ ഒരു മൂമെന്റില് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ എനിക്ക് പള്ളി വെച്ചിട്ട് തന്നെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, കാര്യം എൻ്റെ വല്യപ്പാനും വല്യമ്മാനും ഒക്കെ അവിടെയാണ്, നിക്കാനും ഒക്കെ അവിടെയാണ്. അപ്പൊ എനിക്ക് അവിടെ വെച്ചിട്ട് നിക്കാഹ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഉപ്പ ഇതാക്കിയില്ലെങ്കിൽ എനിക്കത് ഞാൻ മരിക്കുന്നവരെ അത് മറക്കത്തില്ല. എനിക്കത് നിക്കാഹ് എന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. പക്ഷെ ആ നിക്കാഹിന്റെ അന്ന് ഉസ്താദ് എന്നോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മോൾക്ക് ആരും നടത്തി തരണം എന്നാണ്. ഞാൻ ഉപ്പ എന്ന് പറഞ്ഞു, എന്താണ് മോളെന്ത് പറയണോ അതാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അംജുക്കാനെ ഉപ്പയാണ് കൈ. അത് ഞാൻ അതെൻ്റെ ഞാൻ ഇത്രയും എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടായിട്ടുള്ള സാധനം ഇല്ല. അവിടെ ഞാൻ വിജയിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവിടെ അത്താർക്ക് ഞാൻ സലാം കൊടുത്ത് നിക്കാഹ് പൊന്നുപോലെ നോക്കുന്നു. ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആദ്യം നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് അത്ര നിന്നില്ല, 20 ദിവസം നമ്മൾ ഒരുമിച്ച് ജീവിച്ച. പിന്നെ അംജുക്ക് ഞങ്ങൾ സ്പ്ലിറ്റ് വീണ്ടും ലോങ് ഡിസ്റ്റൻസ് ആയി. പക്ഷെ ആ ടൈമില് ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളിപ്പോ ഒരുമിച്ചുണ്ടെങ്കിൽ എവിടെയും പോകും. പിന്നെ നമ്മൾക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങളൊന്നും അല്ല ഇപ്പൊ പറയാനുള്ളത്. എല്ലാ മാരീഡ് ലൈഫ് പോലെ ഞങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡിസഗ്രിമെന്റ്സ് ഒരുപാട് ഉണ്ടായിരുന്നു. പല കാര്യത്തിലും പല ആശയത്തിലും ഞങ്ങൾ തമ്മിൽ പല ഇതുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒക്കെ അപ്പുറം ഞങ്ങളുടെ ലവ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഇതിന്റെ ഒക്കെ പറഞ്ഞ ഞങ്ങള് അടി ഉണ്ടാക്കിയിട്ട് ഇതുവരെ ഉറങ്ങിയിട്ടില്ല എന്നല്ല, 1 മണിക്കൂറിന് കൂടുതൽ അടി പോവാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. നമ്മളുടെ എല്ലാവരും ലൈഫ് നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ തന്നെ മനസ്സിലാക്കിയത് നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ ചിലപ്പോൾ ട്രെയിൻ ചെയ്തെടുപ്പിക്കുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടാവും. ചിലപ്പോൾ അത്ര ദേഷ്യത്തിലിരിക്കുമ്പോൾ നമ്മൾ തന്നെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു കപ്പിളായിട്ട് നമ്മൾ ഈച്ച് അതർ ഹാം ചെയ്യാൻ പാടില്ല എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താ പറയുക സൈലന്റ് ആയിട്ട് ഇരിക്കുക. അങ്ങനെ അംജുക്കയുടെ സ്വഭാവത്തിൽ അംജുക്ക ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം അംജുക്ക എന്ന് പറയുന്നത് ഭയങ്കര ദേഷ്യക്കാരനാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പോലെയല്ല, ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. ഞാൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആളാണ്. നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് കരയുമ്പോഴും ഇതൊക്കെ തോന്നുമ്പോൾ ഞാൻ അഭിനയം തോന്നും, അങ്ങനെയല്ല. ഞാൻ ചെറിയ കാര്യം കരഞ്ഞ് പൊട്ടി കരയണ ഒരാളാണ്. കാരണം എല്ലാവരുടെയും ലൈഫിൽ ഓരോ കാര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, എല്ലാവർക്കും അറിയത്തില്ല. ഇപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ കുറെ ഷോക്കിംഗ് മൂമെന്റ്സ്, നമുക്കുണ്ടായ ഫിയർ, പിന്നെ ഇതൊക്കെ തരണം ചെയ്ത് നമ്മൾ പഠിക്കുന്ന പാഠങ്ങള്, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊന്ന് ബാലൻസ് ചെയ്ത് ഞങ്ങള് കൊറേ ടൈം എടുത്തു. പക്ഷെ ഇപ്പോ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ആഗ്രഹിക്കുന്നു അങ്ങനെ രണ്ടുപേരും ആയി മാറി. ഞങ്ങൾക്ക് ലെവലപ്പ് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തു. ഞങ്ങൾ എന്നെ ഒരുമിച്ചിരുന്ന് നമ്മുടെ ഒരു ലോകം ഉണ്ടാക്കി. അതിൽ സങ്കടങ്ങളും വിഷമങ്ങളും അതിന്റെ ഒക്കെ അപ്പുറം ഒരുപാട് സ്നേഹം ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കാൻ. എന്തൊക്കെ വന്നാലും ഒന്ന് പറയും, ഞാൻ ഈ മാരേജ് ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യില്ല എന്നുള്ള എൻ്റെ ഒരു വിശ്വാസമാണ് അതെന്നുള്ളത്. എനിക്കൊരു ഫോർ എവർ വാലന്റൈൻ ഉണ്ടെങ്കിൽ അത് അംജുക്കായിരിക്കും. ഇനി അതിന്റെ അപ്പുറം എനിക്കില്ല. അത് മനസ്സിൽ ഉള്ള, കാരണം എൻ്റെ ഭർത്താവാണ്. ആ ഒരു സാധനമാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഇതിനപ്പുറം എനിക്ക് വേറെ ഒന്നും വേണ്ട. ആ ഒരു സാധനമാണ് എനിക്കുള്ളത്. ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ലവ് സ്റ്റോറി അല്ല നമ്മളുടെ അറേഞ്ച് മാരേജ്. പക്ഷെ അറേഞ്ച്ഡ് ആണെങ്കിലും ലവ് ഉണ്ടല്ലോ. പിന്നെ ഇതിന്റെ നമ്മുടെ ഒരു മെയിൻ ബാക്ക് ബോൺ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയാണ്. പപ്പ ആയാലും മമ്മി ആയാലും അത്തയായാലും ഉമ്മയായാലും നമുക്ക് ഇപ്പൊ നമ്മളുടെ പ്രശ്നവും സ്നേഹവും എല്ലാം ഉണ്ടാകുമ്പോ അവരുടെ സപ്പോർട്ട് എപ്പോഴും നമുക്കുണ്ടാവും. അതിപ്പോ നമ്മുടെ മുഖത്തിന് ഇപ്പൊ നമ്മള് സംസാരിച്ച അടിയുണ്ട്, നമ്മുടെ മുഖത്തിൽ ചെറിയൊരു ഇത് വന്നാൽ ചെറിയൊരു വിഷമം അവർക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവും. അവര് കറക്റ്റ് നമുക്ക് പറഞ്ഞുതരും.
കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ലൈഫില് മാരേജ് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ, അവർക്കറിയാം. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞി ലവ് സ്റ്റോറി എന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ ഒരു മെമ്മറി അല്ലേ അംജുക്ക? ആനിവേഴ്സറി നമ്മുടെ ഫസ്റ്റ് ഇതായത് അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല. ഫസ്റ്റ് ആ ഒരു ബൊക്കെ കണ്ടില്ലായിരുന്നോ? അത് അംജുക്ക ഞാൻ ഉറങ്ങണ സമയത്ത് രാവിലെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് സർപ്രൈസ് ആയിരുന്നു. സർപ്രൈസ് ആയതുകൊണ്ട് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ രംഗം സർപ്രൈസ് ആയിരുന്നല്ലോ, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞു ഡാൻസ് പോലെ ഒക്കെ അത് ചെയ്ത് കാണിച്ചു. അത് മാത്രം, അതും ഒരു ഡയറി മിൽക്ക് ആയിരുന്നു എനിക്ക് ഗിഫ്റ്റ്. ഞാൻ അംജുക്കാക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല, ഒരു ഉമ്മ കൊടുത്ത്, കുഞ്ഞു ഉമ്മ കൊടുത്ത് ഒരു എടുത്തുള്ളൂ. പിന്നെ നമ്മളിന്ന് ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ് ചെയ്യുന്നു. അപ്പൊ ടാറ്റാ, ബൈ ബൈ.